നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. PEO എക്സാമിന് യൂസ്ഫുൾ ആയ രീതിയിൽ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തു പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആവറേജ് അഥവാ ശരാശരി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ആവറേജിലെ ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. ശരാശരി കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ആകെത്തുകയെ മൊത്തം എത്ര നമ്പർ ആണോ ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് മാർക്സ് ഓഫ് 3 സ്റ്റുഡൻസ് P, Q and R is 85. Another man S enters the group of 3 and makes the average 80. Now a man T, whose marks are 4 more than S, replaces Q and the average of P, R, S and T becomes 78. What are the marks of Q? അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് P, Q, Rന്റെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 85 ആണ്. ഇനി എസ് എന്നൊരാളും കൂടെ ആ ഗ്രൂപ്പിൽ ചേർന്ന് 4 പേരുടെയും കൂടെ ശരാശരി 80 ആണ്. ഇനി അടുത്ത ടി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു. ആ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് എസിനേക്കാൾ 4 മാർക്ക് കൂടുതലാണ്. ആ ടി ക്യൂവിനെ മാറ്റി ക്യൂവിന്റെ സ്ഥാനത്ത് ആ ടി ആണ് പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ പിയുടെയും ആറിന്റെയും എസിന്റെയും പിയുടെ ആറിന്റെയും എസിന്റെയും ടിയുടെയും ശരാശരി മാർക്ക് 78 അപ്പോൾ ക്യൂ എന്ന ആളുടെ മാർക്ക് എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും നമ്മളിത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഒന്നും എഴുതാൻ സമയം കിട്ടില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ വേണം എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണെങ്കിൽ P plus Q plus R by 3 അതാണ് 85 എന്ന് പറയുന്നത്. P, Q, R ഇത് ഈ മൂന്ന് പേരുടെയും ആവറേജ് ആണ് 85. അപ്പം P plus Q plus R എന്ന് പറയുന്നത് 85 into 3 255. ഇത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതാണെങ്കിലും അതുമായിട്ടുള്ള ആ ടച്ച് വിട്ടു പോകുമ്പോൾ നമ്മൾ കുറേയൊക്കെ മറന്നു പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ സ്റ്റെപ്പ് ആദ്യം പറയുന്നത്. ഇനി അടുത്തത് P plus Q plus R plus S divided by 4 എന്ന് പറയുന്നതാണ് 80. അപ്പോൾ ഇതിന്റെ സം P plus Q plus R plus S എന്ന് പറയുന്നത് 320. ഇനി നമുക്ക് ഇതിൽ നിന്നും എസിന്റെ മാത്രം മാർക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 320 മൈനസ് 255. അപ്പൊ നമുക്ക് എസിന്റെ മാർക്സ് 60. ടിയുടെ മാർക്ക് എസിനേക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 65 plus 4 69. ഇനി ക്യൂവിനെ റീപ്ലേസ് ചെയ്ത് ടി വരുന്നു. അതിനുശേഷമുള്ള ആവറേജ് അതായത് P plus T plus R plus S divided by 4 എന്ന് പറയുന്നത് 78 ആണ്. അതിൽ നിന്നും നമുക്ക് P, T, R, S ഇതിന്റെ ടോട്ടൽ 312 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ ടിയുടെയും എസിന്റെയും വാല്യൂസ് നമുക്ക് അറിയാം. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P plus T plus R plus S എന്നുള്ള 312ൽ നമുക്ക് ടിയുടെ എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി P plus R is equal to 178 എന്ന് കിട്ടുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. P plus Q plus R 255 അത് ആദ്യം കിട്ടി. P plus R 178 എന്ന് ഇപ്പോഴും കിട്ടി. അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് Q എന്ന് പറയുന്നതിന്റെ വാല്യൂ 77, Qയുടെ മാർക്സ് 77 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഒരുവിധം കുറെ ആളുകൾക്ക് ഇത് എളുപ്പമായിരിക്കും. പിന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എഴുതിയത്. നമുക്ക് എക്സാമിന് എഴുതുന്ന ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അത് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് P plus Q plus R 250 ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത് എഴുതാം. അത് നമ്മൾ വർക്ക് സ്പേസിൽ P plus Q plus R അല്ലെങ്കിൽ PQR എന്ന് എഴുതിയാലും മതി. 255. അതുപോലെ P plus Q plus R plus S 320 നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ആവറേജ് 85 എന്ന് 3 പേരുടെ ആവറേജ് 85 എന്ന് തരുമ്പോൾ അതിന്റെ ടോട്ടൽ
85 into 3 255 എന്ന് പെട്ടെന്ന് എഴുതാം. 85 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് 80 into 3 എളുപ്പമുണ്ട്. 240 plus 5 into 3. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. 80 into 3 plus 5 into 3. അപ്പോൾ നമുക്ക് ടോട്ടൽ പെട്ടെന്ന് എഴുതാൻ പറ്റും വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ അത് നീറ്റായിട്ട് വർക്ക് സ്പേസിൽ എഴുതിയാൽ നമുക്ക് അവിടെ നിന്ന് എസ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ സബ്ട്രാക്ട് ചെയ്യാം. 320 minus 255 എസ് 65 എന്ന് കിട്ടുന്നു. ഇനി ടി എന്ന് പറയുന്നത് 69, കാരണം എസിൻ്റെ കൂടെ 4 മാർക്സ് കൂട്ടുമ്പോഴാണ് ടി 69. അത് കഴിഞ്ഞ് ക്യൂവിനെ റീപ്ലേസ് ചെയ്ത് ടി വരുന്നു. അപ്പോൾ വരുന്ന ആവറേജ് 78 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പി പ്ലസ് ടി പ്ലസ് ആർ പ്ലസ് എസ് അല്ലെങ്കിൽ പി ടി ആർ എസ് എന്ന് എഴുതിയാലും മതി. 312 78 into 4. 70 into 4 plus 70 into 4 280 plus 8 into 4 അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ അപ്പോൾ നമുക്കത് മൈൻഡിൽ തന്നെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ചെയ്താൽ 312. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പം ക്യൂ മൈനസ് ടി 8 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് ക്യൂ എന്ന് പറയുന്നത് 77 എന്ന് കിട്ടും. അപ്പം ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും തന്നെ ചെയ്യണം. അപ്പം നമ്മൾ സ്പീഡിൽ ചെയ്ത് തന്നെ ശീലിക്കണം. Question number 2. The average of 8 numbers is A. If 14 is rewritten as 30, what is the average? 8 നമ്പേഴ്സിന്റെ ശരാശരി A ആണ്. 14 എന്ന നമ്പറിനെ തിരുത്തി 30 എന്ന് എഴുതിയാൽ ശരാശരി എത്രയായിരിക്കും? അതാണ് ചോദ്യം. അപ്പോൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സൈഡിൽ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നീറ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 15 സെക്കൻഡ്സിനകത്ത് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. അപ്പോൾ 8 നമ്പേഴ്സിന്റെ ശരാശരി എ എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മ് പെട്ടെന്ന് തന്നെ സൈഡിൽ എഴുതാം. സം 8A ആണ്. ഇനി 14 മാറ്റി അതിനെ 30 എന്ന് തിരുത്തി എഴുതുമ്പോൾ എത്രയായിരിക്കും ആവറേജ്? അപ്പോൾ 8A minus 14 plus 30. അപ്പോൾ നമുക്ക് സം എത്രയാന്ന് കിട്ടും? ഡിവൈഡഡ് ബൈ 8. അത് A plus 2. ആൻസർ നമുക്ക് A plus 2 എന്ന് കിട്ടും. അതാണ് പുതിയ ആവറേജ്. Question number 3. The average age of 3 friends is 23. Even if the age of 4th friend is added, the average remains 23. What is the age of the 4th friend? 3 ഫ്രണ്ട്സിന്റെ ഏജിന്റെ ശരാശരി എന്ന് പറയുന്നത് 23 ആണ്. ഇനി നാലാമതൊരാളുടെ ഏജും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താലും ശരാശരി എന്ന് പറയുന്നത് 23 തന്നെ ആയിരിക്കും. അപ്പോൾ നാലാമത്തെ ആളുടെ ഏജ് എത്രയാണ്? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ 3 പേരുടെ ഏജിന്റെ ശരാശരി 23 എന്ന് പറയുമ്പോൾ 3 പേരുടെ ഏജിന്റെ ടോട്ടൽ ആദ്യമേ നമുക്ക് എഴുതാം 69. നാലാമത്തെ ആളുടെ ഏജും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും ആവറേജ് 23 തന്നെയാണെങ്കിൽ 4 പേരുടെയും കൂടെ ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 92. അപ്പോൾ 4th പേഴ്സന്റെ ഏജ് എന്ന് പറയുന്നത് 23. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ അൺഅക്കാഡമിയിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും അൺഅക്കാഡമിയിൽ ഫോളോ ചെയ്യണം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.